ഓക്കെ ആയോ? ഓക്കെ അല്ലേ? ശരി ശരി. എന്നാലും എല്ലാവരും വന്നതിൽ സന്തോഷം. ഇത് വളരെ പെട്ടെന്ന് നടന്നൊരു കല്യാണമാണ്, ഒരു അറേഞ്ച് മാരേജ് ആണ്. പിന്നെ മെയിനായിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉദ്ദേശം നടത്തിയത് കൊണ്ടാണ് നമുക്ക് അല്ലേ ഈ ഒരു മീറ്റിംഗിൽ ഇത്ര സമയം എടുക്കേണ്ടി വന്നത്. എല്ലാം വളരെ നന്നായിട്ട് നടന്നു. എന്തൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടത്? ആദ്യം തന്നെ അറേഞ്ച് മാരേജ് അതെ അതെ, ഇത് അറേഞ്ച് മാരേജ്. അമീൻ ആക്ച്വലി അമീൻ ഒരു ആർട്ടിസ്റ്റ് ആണ്. ഹീസ് എൻ ആങ്കർ, ഹീസ് എൻ ആക്ടർ. സൂര്യ ടിവിയിൽ സീരിയൽസ് ചെയ്തിരുന്നു ആസ് ഹീറോ. പിന്നെ ഞങ്ങളുടെ സ്റ്റാർ മാജിക്കിൽ ലാസ്റ്റാണ് ജോയിൻ ചെയ്തത്. പിന്നെ ബിഹാൻ ബുക്സ് ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. സൂര്യ ടി വി സൂര്യ കോമഡിയിൽ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. ബൈ പ്രൊഫഷൻ ഈസ് എൻ എഞ്ചിനീയർ, MBA ഗ്രാജുവേറ്റ്. പിന്നെ സ്ഥലം എടപ്പാളാണ്, മലപ്പുറം എടപ്പാളാണ്. എടപ്പാള് പെരുമ്പറമ്പ്. എടപ്പാള് പറഞ്ഞ അതെ അതെ, എടപ്പാളാണോ? ശരി ശരി. അറേഞ്ച് മാരേജ് ആണെന്ന് പറഞ്ഞ എന്താണ് എടുത്ത് പറഞ്ഞ എന്തുകൊണ്ടാണ്? അറേഞ്ച് മാരേജ് ആയതുകൊണ്ട് അല്ല, സ്വാഭാവികമായിട്ട് എല്ലാരും വിളിക്കുമല്ലേ. ലൈക്ക് നമ്മൾ ഒരേ ഷോയിൽ വന്ന വ്യക്തികളാണ്. അതുകൊണ്ട് മാരേജ് ആണെന്ന് വിളിക്കും എന്നുള്ളത് എടുത്തതാണ്. ഇതുവരെ പ്രണയം തോന്നിയിട്ടില്ലേ? ഇതുവരെ പ്രണയം തോന്നിയിട്ടില്ല ആരോടും? അവനോട് തോന്നിയിട്ടുണ്ട്. അതല്ലേ നമ്മൾ പിന്നെ ഫൈനലൈസ് ചെയ്തത് അല്ലേ? അല്ല, ഈ ഷോയിൽ വന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിയിരുന്നു? ഇല്ല. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഇനി അറേഞ്ച്ഡ് മാരേജ് ചെയ്യാൻ കാരണം? പ്രൊപ്പോസൽ വന്നു, അതുകൊണ്ട് പ്രൊസീഡ് ചെയ്തു. അവിടെ നിന്നായിരുന്നു ചോദ്യം. ഓക്കെ, എന്നാലും വലിയ സന്തോഷം. എല്ലാം നന്നായിട്ട് നടന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാരും വന്നതിൽ ഭയങ്കര ഫാമിലി. ആക്ച്വലി ആതിര, ഞങ്ങളുടെ രണ്ടാളും മ്യൂസിക് ആതിരയുണ്ട്. ആതിരയാണ് രണ്ട് ഫാമിലിയിലും സംസാരിച്ചു. പിന്നെയാണ് ഞങ്ങളൊന്ന് പരിചയപ്പെട്ടു. അങ്ങനെയാണ്. അറിയാൻ വേണ്ടി എത്ര സമയം എടുത്തു? അറേഞ്ച് മാരേജ് ചെയ്യുന്നവർക്കൊരു അറിയാനൊക്കെ നമുക്ക് സമയത്താണ് മനസ്സിലാക്കേണ്ടത്. ഇനിയാണ് നമ്മൾ അറിയുന്നത്. ഇത് കല്യാണം, ഇത് നിക്കാഹാണ് കഴിഞ്ഞത്? കല്യാണം ഇത് പറയാം. ആക്ച്വലി ഇത് നിക്കാഹായിട്ടാണ്. നമുക്കിനി അമീന്റെ ഭാഗത്തു നിന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അമീന്റെ നാട്ടിൽ വെച്ചിട്ടായിരിക്കും. കുറച്ച് മാസങ്ങളുടെ ഒരു താമസമുണ്ട്. പ്രോബബ്ലി ഒക്ടോബർ സൈഡിലായിരിക്കും. ഇത് ബ്രദറും ഫാമിലി കാനഡയിലാണ്. അവർ വന്ന് ഇതിലേക്ക് ആ ഫംഗ്ഷൻ എടുക്കുന്നത്. നമ്മളൊരു എൻഗേജ്മെന്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിന് വരെ നിക്കാഹ് ചെയ്ത് ഉറപ്പിച്ചു. അങ്ങനെ ഒരു എന്റെ ഫാമിലി ഭാഗത്തു നിന്നുള്ള ഫംഗ്ഷൻ ഇതാണ്. ഓക്കെ, കോസ്റ്റ്യൂമിനെ കുറിച്ച് പറയാം. കോസ്റ്റ്യൂം. യെസ്, എന്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള ആല ബുട്ടിക്കാണ്. സുറുമിയുടെ ആല ബുട്ടിക്കാണ് എന്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് ശിവാസ് മേക്ക് ഓവർ ആണ്. പിന്നെന്താ, മെഹന്തി ചെയ്തത് ഇഷ്ക് മെഹന്തിയാണ്. ഇവന്റ് ചെയ്തിരിക്കുന്നത് അഭിഷേകിനോട് ഫാഷൻ ഇവന്റ് ആണ്. വിശേഷം ആക്റ്റീവായിട്ട് തീർച്ചയായിട്ടും. ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? അമൃത ടിവിയിൽ കോമഡി മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അല്ലാതെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കുറെ മൂവീസ് റിലീസ് ചെയ്യാനുണ്ട്. നന്നായിട്ട് പോകുന്നു. ഈ സ്റ്റാർ മാജിക്കിൽ അടുത്ത കല്യാണം ടീമിന്റെ കല്യാണം, അനുമോളുടെ കല്യാണം എല്ലാരും വന്നിരുന്നോ സ്റ്റാർ മാജിക്കിൽ? സ്റ്റാർ മാജിക്കിൽ ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയില്ല. നമ്മളൊരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു ഇവന്റ്, ഒരു ഫംഗ്ഷൻ നമ്മൾ എറണാകുളത്ത് നടത്തുന്നതായിരിക്കും. ഇപ്പൊ തന്നെ ആദ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നോബിച്ചേട്ടൻ, ജസീല, അനുമോള്, മുട്ടില വന്നിട്ടുണ്ടായിരുന്നു. ശ്രീവിദ്യ, രാഹുൽ, തങ്കച്ചൻ ചേട്ടൻ, ഷീസ് ആക്ച്വലി അബ്രോഡ് ആണ്. പക്ഷെ ദുബായിലാണ് വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു. സമയം